إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്താണ് നാം ഈ സന്ദർഭത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് അല്ലാഹുവിന് മാത്രം സുജൂദ് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതായ മസ്ജിദുകളാണ്. വബഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അല്ലാഹുവിന് കോപമുള്ള, ദേഷ്യമുള്ള ഇടങ്ങൾ, സ്ഥലങ്ങൾ അത് മാർക്കറ്റുകളാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വമായ ഒന്നാണ് യൗമുൽ ജുമുഅ എന്നത്. വിശ്വാസികൾ എല്ലാവരും ഒരുമിച്ചുകൂടി അല്ലാഹുവിന്റെ കലാം, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഓതി കേൾക്കുന്നതായ വിശ്വാസികൾക്ക് കരുത്തു നൽകുന്ന, ഈമാൻ വർദ്ധിക്കുന്ന, വിശ്വാസ ആചാര അനുഷ്ഠാന ഇസ്ലാമിക സംസ്കാരം പഠിപ്പിക്കുന്നതായ ജുമുഅ ഖുതുബയും വെള്ളിയാഴ്ച ദിവസവും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏറെ മഹത്വമുള്ളതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം. ഒരു ജുമുഅ ദിവസത്തിലാണ് ആദം നബി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വഉദ്ഖിലൽ ജന്ന. സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടതും ജുമുഅ ദിവസമാണ്. വഉഖ്രിജ മിൻഹാ. സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതും വെള്ളിയാഴ്ച ദിവസമാണ്. വലാ തഖൂമുസ് സാഅ ഇല്ലാ യൗമുൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസമല്ലാതെ അന്ത്യദിനം ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടിയാണ്. വമാ മിൻ ദാബത്തിൻ ലാ യഫ്സഉ ലിയൗമിൽ ജുമുഅ. ഏതൊരു ജീവിയും വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ ഭയപ്പെടാതിരിക്കുകയില്ല. ഇല്ലാ ഹാദൈനി സഖലൈൻ. രണ്ട് വിഭാഗം ഒഴികെ. മനുഷ്യരും ജിന്നുകളുമല്ലാത്ത മുഴുവൻ സൃഷ്ടികളും ഭയപ്പാടോടുകൂടി ഖിയാമത്തിനെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. സഹോദരങ്ങളെ, ഏറെ അനുഗ്രഹങ്ങളും നന്മകളും വർഷിക്കപ്പെടുന്നതായ, ഒരുപാട് ആദാബുകളും മര്യാദകളും പാലിക്കേണ്ടതുമായ ജുമുഅ ദിവസത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജുമുഅ ദിവസം എന്നത് ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന അവരുടെ ഈദാണ്, ആഘോഷമാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, ഇന്ന ഹാദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദാ യൗമു ഈദിൻ ജഅലഹു അല്ലാഹു ലിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു ആക്കി
ആക്കിയിട്ടുള്ള ഒരു ആഘോഷത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം പാലിക്കേണ്ട ഒരുപാട് മര്യാദകളും ഒരുപാട് ആദാബുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഫമൻ ജാഅ ഇലൽ ജുമുഅ, ജുമുഅക്ക് വേണ്ടി ആരെങ്കിലും വരുന്നെങ്കിൽ ഫൽയഗ്തസിൽ, അവൻ കുളിക്കട്ടെ. വഇൻ കാന തീബിൻ ഫൽയമസ്സ മിൻഹു, അത്തറുണ്ടെങ്കിൽ അവർ അത് ഉപയോഗിക്കട്ടെ. വഅലൈക്കും ബിസിവാക്, ദന്തശുദ്ധീകരണം നടത്തിക്കൊണ്ടൊക്കെ വരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം ജുമുഅ ദിവസം എന്നത് ഇന്ന യൗമൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ് ജുമുഅ ദിവസം. വഅലമുഹാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ മഹത്വമുള്ള ഏറ്റവും മഹത്വമുള്ളതായ ഒരു ദിവസമാണ്. വഹുവ അഅലമു ഇൻദല്ലാഹി മിൻ യൗമിൽ അദ്ഹാ വ യൗമിൽ ഫിത്ർ, രണ്ട് പെരുന്നാളുകളെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള മഹത്വമുള്ളതായ ആഴ്ചയിൽ ആവർത്തിച്ചു വരുന്നതായ ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഫീഹി ഖംസു ഖിസാൽ, 5 കാര്യങ്ങൾ അതിലുണ്ട്. ഖലഖല്ലാഹു ഫീഹി ആദം, ആദം നബിയെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണ്. വഅഹ്ബതല്ലാഹു ഫീഹി ആദം ഇലൽ അർദ്, ഭൂമിയിലേക്ക് അല്ലാഹു ആദം നബിയെ പറഞ്ഞയച്ചതും വെള്ളിയാഴ്ചയാണ്. വഫീഹി തവഫല്ലാഹു ആദം, ആദം നബിയെ അല്ലാഹു മരിപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. വഫീഹി സാഅത്തുൻ, ഈ ജുമുഅ ദിവസത്തിൽ ഒരു സമയമുണ്ട്. ലാ യസ്അലുല്ലാഹു ഫീഹൽ അബ്ദു ശൈഅൻ, ഒരടിമ അല്ലാഹുവിനോട് യാതൊന്നും ചോദിക്കുന്നില്ല. ഇല്ലാ അതാഹു മാ ലം യസ്അൽ ഹറാമൻ, ഹറാമല്ലാത്ത ഏതൊരു കാര്യം ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായ ഒരു സമയമുണ്ട്. വഫീഹി തഖൂമുസ് സാഅ, അന്ത്യദിനം സംഭവിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. മാമിൻ മലക്കിൻ മുഖറബിൻ, ഏതൊരു അല്ലാഹുവിനോട് അടുത്ത മലക്കുമില്ല. വലാ സമാഇൻ വലാ അർളിൻ, ആകാശവുമില്ല ഭൂമിയുമില്ല. വലാ റിയാഹും വലാ ജിബാൽ, കാറ്റുകളും പർവ്വതങ്ങളുമില്ല. വലാ യാതൊന്നുമില്ല. വലാ ബഹർ, സമുദ്രവുമില്ല. ഇല്ലാ ഹുന്ന യശ്ഫഖ്ന മിൻ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തെ ഒരു ഭയത്തോടുകൂടി ലോകാവസാനം സംഭവിക്കുക, ഖിയാമത്ത് നാൾ സംഭവിക്കുക, അന്ത്യദിനം സംഭവിക്കുക ഒരു ജുമുഅ ദിവസമായിരിക്കുമെന്ന് ഖണ്ഡിതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിൽ സ്വഹീഹായി സ്ഥിരപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമുക്ക് മാർഗദർശനം നൽകിയതായ ഈ ഒരു ദിവസത്തിന്റെ മഹത്വവും ശ്രേഷ്ഠതയും ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ എല്ലാ നന്മകളും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അവല്ലല്ലാഹു അനിൽ ജുമുഅത്തി മൻ കാന ഖബ്ലനാ, നമുക്ക് മുമ്പുള്ള ആളുകളെ ജുമുഅ ദിവസത്തിൽ നിന്ന് അല്ലാഹു തെറ്റിച്ചു കളഞ്ഞു. ഫകാന ലിൽ യഹൂദി യൗമു സബ്ത്, ജൂതന്മാരായ ആളുകൾക്ക് ശനിയാഴ്ച ദിവസമാണ്. വകാന ലിൻ നസാറ യൗമുൽ അഹദ്, ക്രിസ്ത്യാനികളായ ആളുകൾക്ക് ഞായറാഴ്ച ദിവസമാണ്. ഫജാ അല്ലാഹു ബിനാ ഫഹദാന അല്ലാഹു ലിയൗമിൽ ജുമുഅ, അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകി, സന്മാർഗ്ഗം നൽകി, എല്ലാ നന്മകളും നൽകി ജുമുഅ ദിവസത്തിലേക്ക്. ഫജഅലൽ ജുമുഅ വസ്സബ്ത വൽ അഹദ്, വെള്ളി ശനി ഞായർ, ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിട്ടുള്ളത്. വകദാലിക ഹും തബഉ ലനാ യൗമിൽ ഖിയാമ, അതുകൊണ്ട് തന്നെ മറ്റു സമുദായങ്ങളൊക്കെ നമ്മെ പിന്തുടർന്നുകൊണ്ടാണ് ഖിയാമത്ത് നാളിൽ വരിക. നഹ്നുൽ ആഖിറൂന മിൻ അഹ്ലി ദുനിയ, ദുനിയാവിൽ നമ്മൾ അവസാനത്തെ സമൂഹമാണ്. എന്നാൽ വൽ അവ്വലൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യമായി കൊണ്ടാണ് നമ്മൾ അവിടെ എത്തുക. അൽ മുഖ്ദിയ ലഹും ഖബ്ലൽ ഖലായിക്, മറ്റു സൃഷ്ടികളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെയാണ് ആദ്യമായി വിചാരണ ചെയ്യുക എന്നതും സഹോദരങ്ങളെ ഇതിന്റെ പ്രത്യേകതയായി പറയപ്പെട്ടതാണ്. മാത്രമല്ല സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ജുമുഅ എന്നതാണ്. ആ ജുമുഅയുടെ മഹത്വവും ശ്രേഷ്ഠതയും അത് അറിയിക്കുന്നതാണ്. മാത്രമല്ല മറ്റു സൂറത്തുകളിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചത് വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്, ആ സൂറത്തിലെ ഷാഹിദ്, സാക്ഷിയാകുന്നത് എന്നതിനെ കൊണ്ട് ഉദ്ദേശിച്ചത് അത് യൗമുൽ ജുമുഅയാണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, വിശ്വാസികൾ ഇതിന്റെ മഹത്വവും ശ്രേഷ്ഠതയും ഉൾക്കൊള്ളണം, അത് മനസ്സിലാക്കണം. എന്താണ് ഈ ദിവസത്തിൽ നമുക്ക് ലഭിക്കാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ മഹത്വം ഇതിനെ വർണ്ണിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, പാപങ്ങളെല്ലാം പൊറുക്കുന്ന ഒരു ദിവസമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം. അൽ ജുമുഅത്ത് വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ കഫാറത്തുൽ ലിമാ ബൈനഹുന്ന, അതിനിടയിലുള്ള ചെറിയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. മാലം തഗ്ശൽ കബായിർ, വൻ പാപങ്ങൾ, മേജർ സിൻ, അത് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ വന്നുപോയ ചെറിയ പാപങ്ങളൊക്കെ ഒരു ജുമുഅക്ക് നമ്മൾ ഹാദിറായി അതിന് ഖുതുബ ശ്രവിച്ചു, ആ ജുമുഅക്ക് നമ്മൾ വന്നെത്തിയെങ്കിൽ അടുത്ത ജുമുഅ വരെ നമ്മുടെ ചെറിയ തെറ്റുകൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൻ തവല്ലഅ ഫഅഹ്സനൽ വുദു, എങ്ങനെയാണ് ഇതിന്റെ ആദാബുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഏറ്റവും നന്നായി വുദു ചെയ്തു, സുമ്മ അത്തൽ ജുമുഅ, പിന്നെ ജുമുഅക്ക് വേണ്ടി വന്നു, വസ്തമഅ വ
വഅൻസത ഖുതുബ ശ്രദ്ധിച്ചു കേട്ടു മിണ്ടാതിരുന്നു ഗുഫിറ ലഹു മാ ബൈനഹു വ ബൈനൽ ജുമുഅ അടുത്ത ജുമുഅ വരെ അതിനിടക്കുള്ള പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കും വസിയാദത്തു സലാസത്തി അയ്യാമിൻ അതിന് പുറമെ സഹോദരങ്ങളെ ഒരു 3 ദിവസം കൂടി അപ്പൊ 10 ദിവസത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ഒരു ഖുതുബക്ക് ജുമുഅക്ക് ഹാജറായിക്കൊണ്ട് നന്നായി വൃത്തിയായി ശുദ്ധിയായി വുദൂ ചെയ്ത് ഒന്ന് ഖുതുബ ശ്രവിച്ച് നമസ്കാരം നിർവഹിച്ചു പോയാൽ ഈ ദിവസത്തിന്റെ പ്രത്യേകതയിൽ ഒരു പ്രത്യേക സമയമുണ്ടെന്ന് പറഞ്ഞല്ലോ മാമിൻ മുസ്ലിമിൻ ഫീഹി സഅത്തുൻ ആ ഒരു ദിവസത്തിലെ ജുമുഅ ദിവസത്തിലെ ഒരു സമയം ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമു യുസല്ലി ഒരു മുസ്ലിമായ ഒരു അടിമ അവൻ നിന്ന് നമസ്കരിക്കുന്നു തുമ്മ യസ്അലുല്ലാഹ തആല ഷൈഅൻ പിന്നെ അല്ലാഹുവോട് എന്തെങ്കിലും ചോദിക്കുന്നു ഇല്ലാ അതാഹു ഇയാഹു അല്ലാഹു അത് കൊടുക്കാതിരിക്കുകയില്ല വ അശാറ ബിയദിഹി യുഖല്ലിലുഹാ കുറഞ്ഞ സമയം മാത്രമാണത് പണ്ഡിതന്മാർ വിശദീകരിച്ചു ഒന്നത് ഇമാമ് മിമ്പറിൽ കയറിയ ആ ഒരു സമയമാണ് എന്നതും മറ്റൊന്ന് അസർ കഴിഞ്ഞുള്ള അവസാനത്തെ സമയമാണ് മഗ്‌രിബിന് മുമ്പുള്ള അസർ കഴിഞ്ഞ് ജുമുഅ ദിവസത്തിലെ അസർ കഴിഞ്ഞുള്ള സമയമാണ് എന്നത് പ്രബലമായ അഭിപ്രായമായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ സലഫുകൾ ജുമുഅ ദിവസത്തിൽ അവര് ആഘോഷത്തിന്റെ ദിവസമാണ് ഇസ്തിഗ്ഫാറിന്റെ ദിവസമാണ് പാപമോചനം ലഭിക്കാനും നന്മകൾ നേടിയെടുക്കാനും അത് അവർ മാറ്റിവെക്കാറുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല പദവികളും നന്മകളും എല്ലാം ഏറെ ലഭിക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന അഫ്ളലസ് സ്വലവാതി സ്വലാത്തു സുബ്ഹി യൗമൽ ജുമുഅ ഫീ ജമാഅ നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച ദിവസത്തിലെ സുബഹി നമസ്കാരമാണ് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ എല്ലാ നമസ്കാരത്തിനും ഫർള് നമസ്കാരങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ട് എന്നാൽ ജുമുഅ ദിവസത്തിലെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് സുബഹി ജമാഅത്ത് എത്ര ആളുകൾക്ക് പള്ളിയിൽ വന്ന് മസ്ജിദിൽ വന്ന് ജമാഅത്തായി നിർവഹിക്കാൻ സാധിച്ചു ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അവൻ നിർവഹിച്ചിട്ടുള്ളത് അവന് ലഭിക്കുന്ന പദവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ദിവസത്തെ സുബഹിയിൽ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു സജദയും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ശേഷം സൂറത്തു ദഹർ സൂറത്തുൽ ഇൻസാനും പാരായണം ചെയ്തിരുന്നതായും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ആ ശ്രേഷ്ഠത നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി യൗമൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അവാഅലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ അടുത്ത ജുമുഅ വരെ അവൻ അതൊരു പ്രകാശമാണ് ഒരു വെളിച്ചമാണ് സഹോദരങ്ങളെ ഒരുപാട് കാര്യങ്ങൾ വിശ്വാസ സംസ്കാര ഇസ്ലാമിന്റെ മര്യാദകളൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ വന്നിട്ടുള്ളതായ സൂറത്തുൽ കഹ്ഫ് അർത്ഥമറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയും അത് ഓതാനും അതിന്റെ അർത്ഥം കൂടി പഠിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിക്കാൻ അവർക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാനും ഇബാദത്തുകളിൽ മുന്നേറുവാനും ഒക്കെയുള്ള താല്പര്യം ജനിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നന്മകൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി സൂറത്തുൽ കഹ്ഫ് ഓതുക എന്നുള്ളത് സഹോദരങ്ങളെ അതൊരു പ്രയാസമുള്ള കാര്യമല്ല മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ലൈലത്തുൽ ജുമുഅ വെള്ളിയാഴ്ച രാത്രിയിൽ അതായത് വ്യാഴാഴ്ച മഗ്‌രിബ് മുതൽ വെള്ളിയാഴ്ച മഗ്‌രിബ് വരെ അതിന് സമയമുണ്ട് ജുമുഅ കഴിഞ്ഞിട്ട് നമുക്ക് മഗ്‌രിബ് വരെ സമയമുണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് ആ ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മളത് ചെയ്യണമെന്നാണ് അല്ലാഹു ലഹു മിനൻ നൂരി ഫീമാ ബൈനഹു വ ബൈനൽ ബൈത്തിൽ അതീഖ് കഅബയുടെ അവനും ഇടയിലുള്ള ഒരു പ്രകാശമായിക്കൊണ്ട് എല്ലാ നന്മകളും നേടിയെടുക്കാനുള്ള ഒരു കരുത്തായിക്കൊണ്ട് സഹോദരങ്ങൾ അതുണ്ടാവും മാത്രമല്ല വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വത്തിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമുൽ ജുമുഅ നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ജുമുഅ ദിവസമാണ് ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീ എന്റെ മേൽ നിങ്ങൾ സ്വലാത്തുകൾ അധികരിപ്പിക്കുക വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ സഹാബത്ത് ചോദിച്ചു യാ റസൂലല്ലാഹ് ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് സ്വലാത്ത് എന്നത് ഇബ്രാഹിമിയ സ്വലാത്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശ്റ ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻ അല്ലാഹു 10 പ്രതിഫലം നൽകുന്നതാണ് നമ്മൾ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കൂടുതൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ദിവസം കൂടിയാണ് ജുമുഅ ദിവസം അത് അല്ലാഹുവിന്റെ റസൂലിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിക്കപ്പെടും സഹാബത്തിന് ഒരു സംശയം കൈഫ തുഅറദു അലൈക യാ റസൂലല്ലാഹ് വഖദ് അരിംത ബലീത എങ്ങനെയാണ് നബിയെ നിങ്ങൾക്ക് എത്തിക്കപ്പെടുക നിങ്ങൾ മരിച്ചാൽ പിന്നെ നിങ്ങൾ
എന്തെങ്കിലും മണ്ണടിഞ്ഞു പോവില്ലേ, ദ്രവിച്ചു പോവില്ലേ എന്ന്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നമാ ഹറമ അലൽ അർദി അൻ തഅകുല അജ്സാദൽ അംബിയാ, പ്രവാചകന്മാരുടെ ശരീരങ്ങളെ മണ്ണ് തിന്നുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ശരീരം അവർ മണ്ണ് തിന്നുകയില്ല. അതവരുടെ പ്രത്യേകത, ഖുസൂസിയത്താണ്, അവർക്കുള്ള മഹത്വമാണത്. സഹോദരങ്ങളെ, നമ്മൾ എവിടെ ആണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ എത്ര അധികരിപ്പിക്കുന്നോ അത് നമുക്ക് ഖൈറായ കാര്യമാണ്. ഇത് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, യൗമുൽ ജുമുഅ സയ്യിദുൽ അയ്യാം, വെള്ളിയാഴ്ച ദിവസങ്ങളുടെ ഏറ്റവും നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുൽ അനാം, സിദ്ധികളുടെ നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രത്യേകതയുണ്ട് ഈ ദിവസത്തിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. അതിനെല്ലാവരും കൂടിയിരുന്ന് ആടിപ്പാടി ചൊല്ലണമെന്നില്ല. നമ്മൾ എവിടെയായിരുന്നാലും, ഡ്രൈവിംഗിലാണോ, വാഹനത്തിലാണോ, ഓഫീസിലാണോ, നമ്മൾ എവിടെയായിരുന്നാലും, സ്ത്രീകളാണെങ്കിൽ അവര് കിച്ചണിലാണോ, ഏത് സന്ദർഭത്തിലും അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല സഹോദരങ്ങളെ, വളരെ വൃത്തിയായി ശുദ്ധിയായി ജുമുഅക്ക് വേണ്ടി പുറപ്പെടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഗുസ്ലു യൗമിൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം, പ്രായപൂർത്തിയായ എല്ലാവരുടെയും മേൽ നിർബന്ധമാണ് ജുമുഅ ദിവസം കുളിക്കുക എന്നുള്ളത്. വസിവാകു അൻ യവസ്സ മിന അത്വീബി വമാ യഖ്ദറു അലൈഹി, അതെ, പള്ളി എന്നുള്ളത്, മസ്ജിദ് എന്നുള്ളത്, അതിന് ഒരുപാട് ആദാബുകൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അവിടേക്ക് വരുമ്പോ എവിടേക്കായിരുന്നാലും വിശ്വാസികൾ വൃത്തിയോടെ ശുദ്ധിയോടെ ആയിരിക്കണം. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി വിശ്വാസികൾ ഒത്തുകൂടുന്ന ജുമുഅക്ക് അവർ അത്തറ് പൂശിക്കൊണ്ട്, അതുപോലെ തന്നെ പല്ല് തേച്ചുകൊണ്ട്, ഏറ്റവും നല്ല വസ്ത്രം ഉടുത്തുകൊണ്ട് മസ്ജിദിലേക്ക് പോവുക എന്നത് അള്ളാഹുവിനോടും അവന്റെ ദീനിനോടും അവന്റെ മസ്ജിദിനോടും നൽകുന്ന ആദരവാണ്. മാത്രമല്ല സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയാണ് നമ്മൾ വരുന്നത്? ഖുതുബ ശ്രവിക്കേണ്ടതുണ്ട് ജുമുഅ ദിവസത്തിൽ. അത് ശ്രദ്ധയോടുകൂടി ശ്രവിക്കാനും ആർക്കും പ്രയാസമുണ്ടാക്കാതെ നേരത്തെ വന്ന് അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് പഠിപ്പിച്ചു കൊടുത്തത് അപ്രകാരമായിരുന്നു. ജുമുഅ ദിവസങ്ങളിൽ മിമ്പറുകളിൽ വെച്ചാണ് ഇസ്ലാമിന്റെ അഖീദ പഠിപ്പിച്ചത്. ഇസ്ലാമിന്റെ ആദാബുകളും സംസ്കാരവും എല്ലാ കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തത് ആ മിമ്പറിൽ വെച്ചായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയെ കുറിച്ച് പറയുന്നത്, കാന ലിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്താനി, രണ്ട് ഖുതുബ നിർവഹിച്ചിരുന്നു. യജ്ലിസു ബൈനഹുമാ, അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാറുണ്ട് രണ്ട് ഖുതുബക്കിടയിൽ. യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി ജനങ്ങളെ ദീനിന്റെ കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, മിണ്ടാതെ ശ്രദ്ധയോടുകൂടി മൗനമായിരുന്ന് ഖുതുബ ശ്രവിക്കുക എന്നത് പ്രത്യേകം ജുമുഅ ദിവസം നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുൽത ലിസ്വാഹിബിക യൗമൽ ജുമുഅ അൻസിത്, നീ നിന്റെ അടുത്തിരിക്കുന്ന ആളോട് മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞാൽ, വൽ ഇമാമു യഖ്തുബു, ഇമാമു ഖുതുബ നിർവഹിക്കുമ്പോൾ മറ്റൊരാളോട് സംസാരിച്ചാൽ ഫഖദ് ലഗൗത, നീ അനാവശ്യം പറഞ്ഞു. വമൻ മസ്സൽ ഹസ ഫഖദ് ലഗ, അതുപോലെ തന്നെ ആരെങ്കിലും ചരൽക്കല്ലുകൾ നീക്കിയാൽ, ആളുകൾ മൊബൈലിൽ കളിക്കുക, ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഏർപ്പാട് പാടില്ല എന്നാണ്. ഖുതുബ ശ്രദ്ധിക്കുക, അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാകുന്ന രൂപത്തിലാണിത് നിർവഹിക്കേണ്ടത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ ശ്രദ്ധയോടുകൂടി സാഗൂതം ശ്രവിക്കുവാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം തന്നെ ഒരിക്കൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ പള്ളിയിലേക്ക് കടന്നു വന്നു. ഫജഅല യതഖത്തൻ നാസ്, ജനങ്ങളെ ചാടിക്കടന്നുകൊണ്ടാണ്, അയാളുടെ പെരടി ചാടിക്കടന്നുകൊണ്ട് അയാൾ പോകുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്ലിസ്, നിങ്ങൾ അവിടെ ഇരിക്കുക. ഫഖദ് ആദൈത, നിങ്ങൾ ഒരു ഉപദ്രവം ചെയ്തു. നോക്കൂ, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ നേരത്തെ വന്നുകൊണ്ട് സീറ്റ് പിടിക്കുകയാണ് വേണ്ടത്. ആരെയും തോളുകൾ ഷോൾഡറുകൾ ചാടിക്കടന്നുകൊണ്ട് പോവുക എന്നുള്ളത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉണർത്തുകയുണ്ടായി. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ കാണാം, മൻ യഗ്തസല യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും കുളിച്ചു, വതതഹറ ബിമസ്തതഅ മിൻ തുഹ്രിൻ, ഏറ്റവും ആവുന്നത്ര നന്നായി ശുദ്ധിയായി വൃത്തിയായി, സുമ്മദ്ദഹന, പിന്നെ തലയിൽ എണ്ണ പുരട്ടി ആവശ്യമെങ്കിൽ, ഔ മസ്സമിൻ തീബിൻ, എത്രത്തോളം സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ സഹോദരങ്ങളെ ഹദീസുകളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസത്തിന് നൽകിയ മഹത്വവും ശ്രേഷ്ഠതയും, സ്വഹാബത്ത് എങ്ങനെയാണ് അവർ മസ്ജിദിലേക്ക് വന്നത്, സുബഹി കഴിഞ്ഞാൽ തന്നെ അവർ മസ്ജിദിലേക്ക്, ഇന്ന് ജുമുഅയാണല്ലോ, പള്ളിയിലേക്ക് പുറപ്പെടാമല്ലോ, അതിന്റെ ആദാബുകളൊക്കെ പാലിച്ച് നന്നായി കുളിച്ച് വൃത്തിയായി ജുമുഅക്ക് വേണ്ടി കുളിക്കുക എന്നുള്ള ഗുസ്ലുൽ ജനാബ എന്ന ഹദീസിൽ കാണാം. ജനാബത്ത് കുളിക്കുന്ന പോലെ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് അത്തറു പൂശി ആ രൂപത്തിലാണ് സുമ്മ റാഹ മാ ലം യുഫർരിഖ് ബൈന ഇസ്നൈനി, രണ്ടാളുകൾക്കിടയിൽ
വേർതിരിക്കാതെ ചാടിക്കടക്കാതെ വന്നു. ഫസല്ലമ കുതിബലഹു തനിക്ക് രേഖപ്പെടുത്തപ്പെട്ടത് നമസ്കരിച്ചു. സുമ്മ ഇദാ ഖറജൽ ഇമാം അൻസത ഇമാം മിമ്പറിലേക്ക് വന്നപ്പോൾ മിണ്ടാതിരുന്നു. ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമാഅത്തിൽ ഉഖറ അതിനും അതുപോലെ തന്നെ അടുത്ത ജുമാക്കുമിടയിലുള്ള പാപമോചനം അവന് ലഭിക്കുന്നതാണ് എന്ന്. നോക്കൂ സഹോദരങ്ങളെ, ഇത്രയും മഹത്വം ഇതിന് പറയപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. മാത്രമല്ല ജുമാക്ക് മുമ്പായിക്കൊണ്ട് പ്രത്യേകം സുന്നത്തുകൾ, റവാത്തിബ് സുന്നത്തുകൾ, റാത്തിബത്ത് സുന്നത്തുകൾ പറയപ്പെട്ടിട്ടില്ല, പഠിപ്പിക്കപ്പെട്ടില്ല. എന്നാൽ ഒരാള് ജുമാക്ക് വേണ്ടി വന്നിട്ട് ഇമാമ വരുന്നത് വരെയും അയാൾക്ക് എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത്ര സമയവും നമസ്കരിക്കാവുന്നതാണ്. ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ ചൊല്ല, എത്രയും അയാൾക്ക് നമസ്കരിക്കാവുന്നതാണ് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ജുമാ എന്നുള്ളത് ഫഹിയ സ്വലാത്തുൻ മുസ്തഖില്ല, അത് സ്വതന്ത്രമായ ഒരു നമസ്കാരമാണ്. ലൈസത്ത് ബദലൻ അനിൽ ളുഹറിന് പകരമായിട്ടുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയുണ്ടായി എന്ത്, ജുമായോടൊപ്പം ജമാക്കാൻ പാടില്ല. നമ്മൾ യാത്രയിലാണ്, ഒരു പള്ളിയിൽ ജുമാക്ക് കയറി, ആ സമയത്ത് ജുമാ നമസ്കരിച്ചു എങ്കിൽ ജുമായോടൊപ്പം അസറിനെ ജമ്മാക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത് വേറെ തന്നെയാണ്. ളുഹറിനോടും അസറിനോട് ജമ്മ ചെയ്യാം, മഗ്രിബ് ഇശാ ജമ്മ ചെയ്യാം, എന്നാൽ ജുമായോടൊപ്പം ജമ്മാക്കാൻ പാടില്ല എന്ന്. അതേപോലെ തന്നെ സഹോദരങ്ങൾ, ജുമാ ആർക്കാ കിട്ടിയത്? ഇമാമിന്റെ കൂടെ ഒരു റക്അത്ത് കിട്ടിയാലേ ജുമാ കിട്ടൂ. പല ആൾക്കാരും ശ്രദ്ധിക്കാറുണ്ട്. നേരം വൈകി വരുന്ന ആൾക്കാർ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇമാമ സലാം വീട്ടുന്ന സമയത്ത്, തശഹുദിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വരുന്ന ആളുകൾക്ക് അവർക്ക് ജുമാ കിട്ടുകയില്ല. അവർ 4 റക്അത്ത് ളുഹർ നമസ്കരിക്കുകയാണ് വേണ്ടത്. ജുമാ ആർക്കാ കിട്ടുക? ഇമാമിന്റെ കൂടെ ഒരു റക്അത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഫാത്തിഹയും റുക്കുവും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് റക്അത്ത് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു റക്അത്ത് നമസ്കരിച്ചാൽ മതി. അതല്ലാത്ത ആള് ഇമാമ് രണ്ടാമത്തെ റക്അത്തിൽ, ജുമായുടെ രണ്ടാമത്തെ റക്അത്തിൽ നിൽക്കുമ്പോഴാണ് അയാൾ വന്നത് എങ്കിൽ അയാൾക്ക് ജുമാ ലഭിക്കുകയില്ല. അയാള് പ്രത്യേകം ളുഹർ നമസ്കരിക്കണം എന്നതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ആരെങ്കിലും ജുമാ നമസ്കാരം നിർവഹിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സ്വല്ല അഹദുകുമുൽ ജുമുഅ ഫൽയുസല്ലി ബഅദഹ അർബഅൻ, ജുമാ നമസ്കരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം 4 റക്അത്ത് നമസ്കരിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അന്നല്ലദീ കാന ലാ യുസല്ലി ബഅദൽ ജുമുഅ ഹത്താ യൻസരിഫ ഫയുസല്ലി റക്അത്തൈനി ഫി ബൈതി, ജുമാ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ച് 2 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. ഈ ഹദീസുകളെ ജമ്മ ചെയ്ത് പഠിപ്പിക്കപ്പെട്ടു. പള്ളിയിൽ നിന്നാണെങ്കിൽ, മസ്ജിദിൽ നിന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ ജുമാ കഴിഞ്ഞതിന് ശേഷം 4 റക്അത്ത് നമസ്കരിക്കുക. വീട്ടിൽ പോയിട്ടാണ് നമസ്കരിക്കുന്നതെങ്കിൽ 2 റക്അത്ത് നമസ്കരിക്കുക. ഇപ്രകാരമാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച പ്രത്യേകം സുന്നത്ത് നോമ്പെടുക്കാൻ പാടില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, അതുകൊണ്ട് സുന്നത്ത് നോമ്പ് എന്നുള്ള നിലയ്ക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. വ്യാഴം വെള്ളി എടുക്കുക, വെള്ളി ശനി എടുക്കുക, അതല്ലാതെ വെള്ളിയാഴ്ച മാത്രം പ്രത്യേകം സുന്നത്ത് നോമ്പ് എടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ കാണാം, പ്രത്യേകിച്ച് ചില ആൾക്കാർ ജുമാ ദിവസത്തിലെ ഖബറുകൾ സന്ദർശിക്കുക എന്ന ഒരു സുന്നത്താക്കിയ പോലെ. ജുമാക്ക് വന്നതാണ്, അപ്പൊ തന്നെ എന്താ, വീട്ടിലുള്ള മരിച്ചുപോയ ആൾക്കാരുടെ ഖബറുകളൊക്കെ വെള്ളിയാഴ്ച ഖബർ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു പ്രയാസമുണ്ട് എന്നുള്ള രൂപത്തിൽ. അങ്ങനെയൊന്നില്ല. വെള്ളിയാഴ്ച പ്രത്യേകം ഖബർ സന്ദർശിക്കുക എന്നത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല സഹോദരങ്ങളെ, ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ജുമാ ഉപേക്ഷിക്കുന്ന ആളുകൾ, വെറുതെ കിടന്നുറങ്ങുന്നു, അതുപോലെ തന്നെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഷോലിൽ ഇത്രയും ശ്രേഷ്ഠതകളും മഹത്വവും പഠിപ്പിക്കപ്പെട്ടതായ ഈ ഒരു ദിവസത്തിൽ സഹോദരങ്ങളെ എങ്ങനെയാണ് സാധിക്കുന്നത് ജുമാ ഒഴിവാക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, യൻതഹിയന്ന അഖ്വാമൻ, ചില ആളുകൾ അവസാനിപ്പിക്കട്ടെ അൻ വദഇഹിമുൽ ജുമുഅത്ത്, ജുമാ ഒഴിവാക്കുന്നത്, ജുമാ ഉപേക്ഷിക്കുന്നത് അവർ നിർത്തട്ടെ. ഔ ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലെങ്കിൽ അവരുടെ ഖൽബുകൾക്ക് അല്ലാഹു സീൽ വെക്കുന്നതാണ്. സുമ്മ ലയകൂനന്ന മിനൽ ഗാഫിലീൻ, പിന്നെ അവർ അശ്രദ്ധരാകും, ഗഫലത്തിലാകും. ഈ ഉത്ബോധനം, ഈ ഒരു പഠിപ്പിക്കപ്പെട്ടതായ ഖുതുബയും അതുപോലെ തന്നെ ജുമായുടെ ബറക്കത്തും ലഭിക്കുന്ന ആ നന്മകൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ സഹോദരങ്ങളെ ഗഫലത്തിലായിരിക്കും ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറക സലാസ ജുമഅൻ, 3 ജുമഅകൾ ആരെങ്കിലും ഒഴിവാക്കി, തഹാവുനൻ, വെറുതെ നെഗ്ലക്റ്റ് ആക്കി അവർ ഒഴിവാക്കിയാൽ തബഅ അല്ലാഹു അലാ ഖൽബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖൽബിൽ സീൽ വെക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജുമഅയുടെ മഹത്വവും ശ്രേഷ്ഠതയും ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ എല്ലാ ആദാബുകളോടും കൂടി ഈ ദിവസത്തെ നമ്മൾ സ്വീകരിക്കുക, അതിന്റെ നന്മകൾ നേടിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം.
الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജുമഅയുടെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ ആദാബുകളുമാണ് നമ്മൾ വിശദീകരിച്ചത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് തിരിയുന്ന, നമുക്ക് മനസ്സിലാകുന്ന, നമുക്ക് ഉൾക്കൊള്ളാവുന്ന രൂപത്തിലുള്ള ഉത്ബോധനമാണ് നമ്മൾ നിർവഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കണ്ണുകൾ ചുവന്ന് ഓരോ കാര്യങ്ങൾ ശക്തമായി താക്കീത് നൽകി സ്വഹാബത്തിനെ പഠിപ്പിച്ച ഗൗരവമായ ഒന്നാണ് ജുമുഅ ഖുതുബ എന്നുള്ളത്. ഒരു സൈന്യത്തെ നയിക്കുന്നത് പോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് ദീന് പഠിപ്പിച്ചു കൊടുത്തതും ലോകത്തിന് മാതൃകയായ ഒരു സമൂഹത്തെ വളർത്തിയെടുത്തതും ഈ ജുമുഅ ഖുതുബയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരു പ്രയോജനപ്പെടണം, ഉപകാരപ്പെടണം. ഏതായാലും നമ്മൾ ഇതിനെ മെനക്കെട്ട് വരികയാണ്. അതുകൊണ്ട് അതിന്റെ പുണ്യം ലഭിക്കാതെ വെറുതെ എന്തിനാണ്? ആരെ ബോധിപ്പിക്കാനാണ്? ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിൽ നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ധൃതിപ്പെട്ട് വേഗത്തിൽ വരണം. ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ, നിങ്ങളുടെ കച്ചവടവും ബിസിനസ്സും മറ്റൊക്കെ മാറ്റിവെച്ചിട്ട് വേഗം പള്ളിയിലേക്ക് വരണം. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, അതാണ് നിങ്ങൾക്ക് ഖൈർ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കച്ചവടത്തെക്കാൾ, നിങ്ങളുടെ ബിസിനസ്സേക്കാൾ, നിങ്ങളുടെ ദുനിയാവിന്റെ എല്ലാത്തിനേക്കാളും നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത് അല്ലാഹ് വിളിച്ചിട്ടുണ്ടോ ആ ദിക്റിലേക്ക് വരികയാണ്. ഏതാണ് ദിക്റുല്ലാഹ്? മുഫസ്സിറുകൾ വിശദീകരിച്ചു, മൗഇദത്തുൽ ഇമാമി അലൽ മിമ്പർ, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ധൃതിപ്പെട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ഇമാം മിമ്പറിൽ വെച്ച് നിർവഹിക്കുന്ന ഖുതുബയാണ്. ബാങ്കിന് ശേഷമുള്ള കച്ചവടം ഹറാമാണ് എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വെറുതെ നമ്മളെ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ, ആരെ ബോധിപ്പിക്കാനാണ്? ആർക്ക് വേണ്ടിയാണ്? നമുക്ക് ഇതിന്റെ പ്രതിഫലം കിട്ടണോ എങ്കിൽ നേരത്തെ തന്നെ വരണം. നമുക്കെല്ലാം കേട്ടുപരിചയമുള്ള ഹദീസാണ്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ഇഗ്തസല യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഒരാൾ കുളിച്ചു, വഗസ്സല, നന്നായി കുളിച്ച് വൃത്തിയായി, വബക്കറ വബ്തകറ, നേരത്തെ പുറപ്പെട്ടു. വെള്ളിയാഴ്ചയുടെ ദിവസമായാൽ അന്നെന്താ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്ന ജുമുഅയാണ്. ഞാനൊരു ഏർപ്പാടിനും ഇന്നില്ല, വേറൊരു കാര്യത്തിനുമില്ല, ഇന്ന് ലീവ് എടുത്തിട്ട് ജുമുഅക്ക് പോവുക എന്നുള്ളത് സഹോദരങ്ങളെ മുസ്ലിമീങ്ങളുടെ ഒരു ഇസ്സത്തും അവരുടെ ആ ഒരു പ്രതാപവുമാണ്. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി നേരത്തെ പുറപ്പെടുക. അവൻ ശ്രദ്ധിച്ച് കേട്ടു, ഖുതുബ ശ്രവിച്ചു, മിണ്ടാതിരുന്നു. കാന ലഹു ബികുല്ലി ഖുതുവത്തിൻ യഖ്തുഹാ, പള്ളിയിലേക്ക് കടന്നു വന്ന ഓരോ സ്റ്റെപ്പിനും അജ്റു സനത്തിൻ സിയാമിഹാ വ ഖിയാമിഹാ. സുബ്ഹാനല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, ഒരു വർഷത്തെ നോമ്പിന്റെയും ഒരു വർഷത്തെ നമസ്കാരത്തിന്റെയും പ്രതിഫലം ജുമുഅക്ക് വേണ്ടി നേരത്തെ കുളിച്ചൊരുങ്ങി പള്ളിയിലേക്ക് വന്നാൽ ലഭിക്കുമെന്നാണ്. ഇതൊന്നും കിട്ടാത്ത ഒരവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ കാന യൗമുൽ ജുമുഅ, ജുമുഅ ദിവസമായാൽ വഖഫത്തിൽ മലായികതു അലാ ബാബിൽ മസ്ജിദ്, പള്ളിയുടെ ഡോറിന്റെ അടുക്കൽ കയറുന്നിടത്ത് മലക്കുകൾ നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് അവർ യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ, അവർ രേഖപ്പെടുത്തും ആദ്യം വരുന്ന ആളുകളെ. ഫമസലുൽ മുഹജ്ജിർ കമസലിൽ ലദീ യഹ്ദി ബദന, നമ്മളൊക്കെ കേട്ട് പരിചയമുള്ളതാ. ആർക്കറിയാത്തത്? ആരെ പോലെയാണ് മസ്ജിദിലേക്ക് ജുമുഅ ദിവസത്തിൽ ആദ്യം വരുന്ന ആൾ, ഫസ്റ്റ് സമയത്ത് വരുന്ന ആൾ. ഫസ്റ്റ് സമയത്ത്, അതായത് 12 മണിക്ക് ശേഷം വരിക, അപ്പോൾ ആരുമില്ല പള്ളിയിൽ, ഞാനാ ഫസ്റ്റ് വന്നത്. അതല്ല, എത്രയും നേരത്തെ സുബഹി കഴിഞ്ഞിട്ടുള്ള 5 സമയങ്ങളാ പറഞ്ഞത്. അതിൽ ഏറ്റവും നേരത്തെ വന്ന ആൾക്ക് ഏതുപോലെയാണ്? യഹ്ദി ബദന, ഒരു ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ്. സുമ്മ കല്ലദീ യുഹ്ദി ബഖറ, രണ്ടാമത്തെ സമയത്ത് വന്ന ആൾക്ക് ഒരു പശുവിനെ ദാനം ചെയ്ത പ്രതിഫലമാണ്. സുമ്മ കബിഷൻ, മൂന്നാമത്തെ സമയത്ത് വന്ന ആൾക്ക് ഒരു ആടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ്. നാലാമത്തെ സമയത്ത് വന്നാൽ സുമ്മ ദജാജ, ഒരു കോഴി അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമുണ്ട്. സുമ്മ ബൈദ, പിന്നെ 5ാമത്തെ സമയത്ത് വന്നാൽ അയാൾക്കൊരു കോഴിമുട്ട ദാനം ചെയ്ത, സദഖ ചെയ്ത പ്രതിഫലമുണ്ട്. ഫൈദാ ഖറജൽ ഇമാമു, ഇമാം മിമ്പറിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ, മിമ്പറിൽ കയറിയാൽ തവൗ സുഹഫഹും, മലക്കുകൾ അവരുടെ ഏടുകൾ അടച്ചു വെക്കുന്നതാണ്.
യസ്തമിഊന ദിക്റ, അവർ ഖുതുബ ശ്രവിക്കുന്നതാണ്. നോക്കൂ സഹോദരങ്ങളെ, അതുകൊണ്ട് എന്തൊരു ഫായിദയുള്ളത്. ഇമാം ഖുതുബ കഴിഞ്ഞ് നമസ്കാരത്തിന് നിൽക്കുന്ന സമയത്താണ് ആളുകൾ വരുന്നത് എങ്കിൽ നമുക്കിതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ഇതിന്റെ ഫായിദ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞത് എന്താ, പഠിപ്പിക്കപ്പെട്ടത് എന്താ, ഒന്നും കേട്ടിട്ടില്ല, പിന്നെ നേരം വൈകി വന്ന് നമ്മളത് പിന്നെ നമ്മുടെ ജുമയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് സഹോദരങ്ങളെ നസീഹത്തോടുകൂടി നിങ്ങളെ ഉപദേശിക്കുകയാണ്. നമ്മൾ ഏതായാലും ഇതിന് വരികയാണ്, അതുകൊണ്ട് നേരത്തെ പുറപ്പെട്ടു വരിക, ഇതിന്റെ നന്മകളെല്ലാം നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. പല ആൾക്കാരും സ്റ്റെപ്പിൽ ഇങ്ങനെ ജുമാ അവസാനിക്കുന്ന സമയത്ത് ആകെ ഒരു അരമണിക്കൂറേ നമ്മൾ ഖുതുബ നിർവഹിക്കുന്നുള്ളൂ, അതിലെന്തെങ്കിലും ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയാണ്, പല തിരക്കുകളും ഉണ്ടാവും, അതെല്ലാം മാറ്റിവെച്ച് നമ്മൾ വരുമ്പോൾ ഇതിന്റെ പുണ്യം ലഭിക്കാതെ വാദുകളും മറ്റു പ്രസംഗങ്ങളൊക്കെ എവിടുന്ന് നമുക്ക് കേൾക്കാം. പക്ഷേ ഈ ഖുതുബക്കും ഈ ജുമാക്കും ഈ ഒരു സമയത്തിനും ഒരു പ്രത്യേകതയുണ്ടല്ലോ, ആ ഫളലും അതിന്റെ പുണ്യവും നേടിയെടുക്കാൻ നമ്മൾ നേരത്തെ പുറപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആ ഒരു വിഷയം കൊണ്ട് തന്നെയാണ് ഇന്നൊരു വിഷയം, ഈ ഒരു ജുമയുടെ ശ്രേഷ്ഠത എന്നുള്ള വിഷയം തന്നെ പറഞ്ഞ എന്താ. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല നേരം വൈകി വരുന്ന ആൾക്കാർക്ക് മാത്രമല്ല, എത്രയോ പുണ്യമാണ് നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ അശ്രദ്ധമാവുന്ന ഈ ഒരു കാര്യം സഹോദരങ്ങളെ നഷ്ടപ്പെടുത്താതെ ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിന്റെ മഹത്വവും പുണ്യവും എല്ലാം നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജുമാ ദിവസത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ നന്മകൾ നേടിയെടുക്കാൻ അല്ലാഹു നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. എല്ലാ നന്മകളിലും മുന്നേറാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ രോഗികളായ ആളുകൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു എല്ലാവിധ സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലുമെല്ലാം കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മഈശത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറ വ മുഖാമാ. അല്ലാഹുമ്മ ലാ തദഅ ലനാ ദംബൻ ഇല്ലാ ഗഫർത വലാ ദൈനൻ ഇല്ലാ ഖളൈത വലാ മയ്യിതൻ ഇല്ലാ റഹിംത വലാ മരീദൻ ഇല്ലാ ശഫൈത വലാ ബലാഅൻ ഇല്ലാ റഫഅത യാ അർഹമർ റഹീമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഖൂമു ഇലാ സ്വലാത്തിക്കും.